മണിപ്പൂർ സംഘർഷവുമായി ബന്ധപ്പെട്ട അക്രമ കേസുകൾ വിചാരണ ചെയ്യാൻ പ്രത്യേക NIA കോടതി രൂപീകരിച്ചു. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് ബൽറാം, പറയും. ഗുഡ് മോർണിംഗ് SKN. മണിപ്പൂരിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട NIA അന്വേഷിക്കുന്ന കേസുകൾ പരിഗണിക്കുന്നതിന് വിചാരണ ചെയ്യുന്നതിനായാണ് പ്രത്യേക കോടതി രൂപീകരിച്ചിരിക്കുന്നത്. സാധാരണ നിലയിൽ NIA രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ NIAയുടെ പ്രത്യേക കോടതികളാണ് പരിഗണിക്കുക പതിവുള്ളത്. എന്നാൽ നിലവിൽ മണിപ്പൂരിൽ അത്തരത്തിലുള്ള കോടതിയില്ലാത്ത ഒരു പശ്ചാത്തലത്തിലാണ് പുതിയ ഒരു NIA കോടതി രൂപീകരിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഇന്നലെ രാത്രി പുറത്തിറക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ മണിപ്പൂർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച ശേഷമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ചുരാചന്ദ്പൂരിലെ സെഷൻസ് കോടതിയെയാണ് NIA കോടതിയായി വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ചുരാചന്ദ്പൂരിലെ സെഷൻസ് കോടതി ജഡ്ജിക്ക് NIA കോടതി ജഡ്ജിയുടെ അധികാരങ്ങൾ ഉണ്ടായിരിക്കും. ഈ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ, അതിൽ പ്രത്യേകിച്ച് 6 സ്ത്രീകളെയും കുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ, അതിക്രൂരമായി കൊലപ്പെടുത്തിയ ജരീബാമിലെ കേസടക്കമുള്ള കേസുകളാണ് NIA ഈ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നത്. ഇത്തരത്തിലുള്ള നിർണായക കേസുകൾ ഇനി ഈ കോടതിയായിരിക്കും പരിഗണിക്കുക. ഒപ്പം തന്നെ സംസ്ഥാനത്ത് മുഴുവൻ ഈ കോടതിക്ക് അധികാരപരിധി ഉണ്ടായിരിക്കും. ഈ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ, വിചാരണ നടപടികൾ അടക്കമുള്ളവ ആരംഭിക്കുമെന്നാണ് ഈ മണിപ്പൂരിൽ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന സൂചന. SKN.